ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഗെയിം സോണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. റെഡി അല്ലേ? ഓഡിയൻസ് റെഡി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഓഡിയൻസിൽ നിന്ന് നമുക്ക് 4 പേരെ വേണം. സ്മാർട്ട് ആയിട്ടുള്ള 4 പേര് ഓടി വരും. എന്റെ പേരെന്താ? എന്റെ പേര് സുകേഷ്. സുകേഷ്. ഓക്കെ. എന്റെ പേര് അജിത്ത്. അജിത്ത്. പേര് പറയൂ. പ്രവീൺ. വിഷ്ണു. ഓക്കെ. അപ്പൊ ഇവർ 4 പേരുമാണ് നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റൻസ്. അപ്പൊ നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ചാൽ, ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ ഇവിടെ കുറച്ച് ബോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ കപ്പ് കൊണ്ട് ഓരോ പിരമിഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പിരമിഡ് ബിനു ചേട്ടൻ്റെ ടീമിൻ്റെയും ആൻഡ് ഈ ഒരു റെഡ് കളർ പിരമിഡ് നിങ്ങളുടെ നെൽസൺ ചേട്ടൻ്റെ ടീമിൻ്റെയാണ്. അപ്പോൾ ഇതിൽ ഒരാൾ ഈ പിരമിഡിൻ്റെ ബാക്കിൽ വന്ന് നിൽക്കണം. നിങ്ങളുടെ ടീമിൽ ഒരാൾ ഇവിടെ ബാക്കിൽ വന്ന് നിൽക്കണം. ഒരാൾ ആ ബോൾസിൻ്റെ അടുത്ത് പോയി നിൽക്കണം. എന്നിട്ട് ഒരാൾ ആ ബോൾ എടുക്കുക, ഈ പിരമിഡ് എറിഞ്ഞ് താഴെ ഇടുക. ഓക്കെ, എറിഞ്ഞ് താഴെ ഇടുക. അപ്പോൾ കൂട്ടുകാരൻ ഉടനെ തന്നെ ഇത് തിരിച്ച് ഫില്ല് ചെയ്ത് ഈ പിരമിഡിന്റെ പഴയ പൂർവ്വ രൂപത്തിലാക്കുക. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അവിടെ നിന്നിട്ട് അവിടെ നിൽക്കുന്ന ആൾ ഒരു ബലൂൺ വീർപ്പിക്കണം. ഓക്കെ, ഒരു ബലൂൺ എന്നല്ല, അത് കംപ്ലീറ്റ് ചെയ്യുന്ന പിരമിഡ് തിരിച്ച് പഴയ രൂപത്തിലാകുന്ന അത്രയും സമയത്തിന് നിങ്ങൾക്ക് എത്ര ബലൂൺ വീർപ്പിക്കാൻ പറ്റുമോ അത്രയും ബലൂൺ വീർപ്പിക്കുക. ആൻഡ് പിരമിഡ് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഇവിടെ നിൽക്കുന്ന ആൾ കോമഡി മസാല എന്ന് വിളിച്ചു പറയുമ്പോഴേക്കും പെട്ടെന്ന് ബലൂൺ, ആ പൂർത്തിയായ ബലൂൺ അല്ല, നിങ്ങളുടെ ടീം ലീഡറിനെ ഏൽപ്പിക്കുക. നമ്മുടെ കളി കഴിയുമ്പോഴേക്കും ഏറ്റവും അധികം ബലൂൺ വീർപ്പിച്ച ആളായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടീമായിരിക്കും വിൻ ചെയ്യുക. ടീമിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ടീമിൽ ഒരാളായിരിക്കും ഇവിടെ നിൽക്കുക, ഈ ടീമിലെ ആളായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് പിരമിഡ് അടുക്കി തിരിച്ച് പഴയ രൂപത്തിലാക്കുക. കാരണം പിരമിഡ് അടുക്കുന്ന അത്രയും സമയം അവർക്ക് ബലൂൺ വീർപ്പിക്കാൻ കിട്ടുള്ളൂ. മനസ്സിലായി? അപ്പോൾ മാക്സിമം സമയം കുറച്ച് കൊടുക്കുക ബലൂൺ വീർപ്പിക്കാൻ. 2 ടീമുകളും ശ്രദ്ധിക്കുക. Your time starts now. നിങ്ങളുടെ പൊസിഷനിൽ പോയി നിന്നിട്ട് കോമഡി മസാല. മാർക്കിൽ നിൽക്കും. കോമഡി മസാല കംപ്ലീറ്റ് ആയില്ല, ബാക്കി ഇവിടെ കോമഡി മസാല. പുള്ളി ഇപ്പൊ സാന്താക്ലോസോ ഇഷ്ടം പോലെ വരും. അത് നെല്ലിക്ക, ഇത് ബബിൾസ് നാരങ്ങയാണ്. ബലൂൺ ചെറുതാണ്, ചെറിയ ബലൂണാണ്. രണ്ടളവുള്ള ബലൂണാണ്. വീട്ടിലെടുക്കടാ. ടൈം അപ്പ്. ഗെയിം അവസാനിക്കുമ്പോൾ നമ്മുടെ ബിനു ചേട്ടൻ്റെ ടീമാണ് വിൻ ചെയ്തിരിക്കുന്നത്. അവരുടെ കയ്യിൽ ഒരു പെരുന്നാളിനുള്ള ബലൂൺ ഉണ്ടായപ്പോ ഇവിടെ ഇതെന്താ വളരെ ശുഷ്കിച്ച ബലൂണുകളായിരുന്നു നിങ്ങളുടെ കയ്യിലുള്ളത്. പിന്നെ ഇത് ചെറിയ ബലൂണാണ്, അതാണ് വിഷയം. അപ്പൊ നമുക്ക് ബലൂൺ കൗണ്ട് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. ഇവരുടെ ടീമാണ് വിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിനു ചേട്ടൻ്റെ ടീമിനാണ് ഇന്നത്തെ നമ്മുടെ സമ്മാനം കൊടുക്കുന്നത്. നമ്മുടെ പ്രശസ്ത നടനും ഗായകനും അതിലുപരി നമ്മുടെ അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു, 2 മാജിക്കുകളിലൂടെ അതിപ്രശസ്തനായ മാന്ത്രികനുമായ നെൽസൺ ചേട്ടനാണ്. അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു അജിൻ വെണ്ണിക്കുളം. അജിൻ നമസ്കാരം. കാര്യം നിൽക്കൂ കുറച്ചും കൂടെ. ഓക്കെ, അപ്പം തിരുവല്ലക്കാരനാണ്. വെണ്ണിക്കുളം അല്ലേ സ്ഥലം? ഓക്കെ, ശരി. അപ്പൊ എന്ത് സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇന്ന് ആക്ടേഴ്സിന്റെ വോയിസ് ആണ് ചെയ്യുന്നത്. പിന്നെ ഡ്രാക്കുള എന്ന സിനിമയുടെ ട്രെയിലർ ഭാഗം ഡിജിറ്റൽ സൗണ്ട് ഓഫ് അവതരിപ്പിക്കും. ശരി. അപ്പൊ ഇതിൽ ഏത് ആദ്യം ചെയ്യാൻ പോകുന്നത്? ആക്ടേഴ്സിന്റെ സൗണ്ട് ആണോ? ഓക്കെ. ആദ്യമായി നമുക്ക് തട്ടത്തി മരത്തുന്ന സിനിമയിലെ ഡയലോഗ് ഉമ്മൻചാണ്ടി സരിതയെ ചേർത്ത് പറഞ്ഞാൽ എങ്ങനെ കേട്ട് നോക്കാം. ഓക്കെ. നിയമസഭ വരാന്തയിലൂടെ ഞാൻ സരിതയോടൊപ്പം നടന്നു. നിയമസഭയെ മാത്രം കണ്ടുവരുന്ന പ്രത്യേക സോളാറിനൊരു നാറ്റമുണ്ട്. അതോടെ മുടിയിലൊക്കെ തട്ടിത്തളഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നിയമസഭ വരാന്തയോട് ഓരോ തവണ വരുമ്പോൾ ഓള് സോളാറുമായിട്ട് വരുന്നത്. എൻ്റെ പൊന്നു സാറ്, അന്ന് ഞാൻ മത്സരിപ്പിച്ചു ഇതുപോലൊരു സോളാറിന് എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന്. അവൾ വേണ്ട, സരിത വേണ്ട, ഈ കാണുന്നവൾ മാറുന്നു വേണ്ട, ലവ് വേണ്ട, എനിക്ക് വേണ്ട,
കേരളത്തിൽ ആ സീ മൊത്തം കോൺട്രാ. താങ്ക് യു. ഓക്കെ, ഓരോ മലയാളികളുടെയും ഹൃദയത്തെ സ്ഥാനം ഉറപ്പിച്ച സിനിമയാണല്ലോ എന്നും നിന്റെ മൊയ്തീൻ. എന്നും നിന്റെ മൊയ്തീൻ സിനിമയിൽ ഒരുപക്ഷെ പൃഥ്വിരാജിന് പാർവതിക്കും പകരം ശശിക്ക് അല്ലെങ്കിൽ ബിന്ദു പണിക്കറോ അഭിനയിച്ചാൽ എങ്ങനെയിരിക്കും കേട്ട് നോക്കാം. ഓക്കെ. എടോ മൊയ്തീനെ അനക്ക മുഖത്തിൽ ഇളയിരിക്കാൻ ഒരുപാട് നിക്കണ തറ തകർന്ന് താഴെ പോകില്ല മൊയ്തീന്. കാന്തരമാലി, നീ ഇപ്പോഴൊരു കഥ പിടിച്ച് പാടുന്ന അറബിക്കടല്ല. അതിന് എത്ര കടപ്പെട്ട ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇതുവഴിയപ്പുഴ അറബിക്കൊളുത്ത് നെയ്യും. ഇതുവഴിയപ്പുഴ അറബിക്കൊളുത്താണെങ്കിൽ കാന്തര മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ ബാക്ക് ഏറ്റവും വലിയ സത്യം. വെരി ഗുഡ്, വെരി ഗുഡ്. മർത്തോമ സഭയിലെ വലിയ തിരുമേനി ഡോക്ടർ ഫിലിപ്പോസ് മാർക്കസോസ്റ്റം തിരുമേനിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭാഷണം ഒരു ഹാസ്യ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്ത പെരുമാറാതെ കുഞ്ഞുഞ്ഞിനെ പട്ടി കടിച്ചു ഞാൻ അറിഞ്ഞു. അത് ശരിയാണോ? അതാ പട്ടിയായ കടിക്കും. കുഞ്ഞുഞ്ഞി സിനിമയൊക്കെ കാണാതെന്തോ? അതാ സത്യം പറഞ്ഞ നസീർ മരിച്ച കാര്യം പറഞ്ഞില്ല. അപ്പോഴാ സിനിമ കാണുന്ന കൊള്ളാം. കുഞ്ഞുഞ്ഞി എന്നും നിന്റെ മൊയ്തീന സിനിമ ഡയലോഗ് എന്ത്? സാഹിബ് എന്താക്കി തന്നും മൊയ്തീന് വേണ്ട. അതിനോട് കുഞ്ഞുഞ്ഞി യോജിക്കുന്നുണ്ടോ? സിനിമ പറയും സാഹിബ് ഉണ്ടാക്കിയൊന്നും മൊയ്തീന് വേണമെന്ന്. പക്ഷെങ്കിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന എനിക്ക് വേണം, അല്ല ഞാൻ പട്ടിണിക്ക്. അതാ നന്ദി, നമസ്കാരം. കട്ടപ്പള്ളി നടത്തിക്കുന്ന സിനിമയിലൂടെ ജനഹൃദയങ്ങൾ പിടിച്ചു പറ്റിയ കഥാപാത്രമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ വോയിസ് ഒന്ന് കേൾപ്പിക്കാം. ഏയ്, നിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കറക്റ്റാ. ഞാൻ നിനക്ക് ചേരൂല. എനിക്ക് കളറില്ല, ഗ്ലാമറില്ല, കാശില്ല, ഒന്നുമില്ല. ഇവൻ കറക്റ്റാ, അടിപൊളിയാ, ഹോസം. അല്ലെങ്കിൽ ഉള്ളവർ ഇങ്ങനെയാണേ ജീവനുള്ളിൽ സ്നേഹിക്കുന്ന ചെറുക്കന്മാരുണ്ടാവും. അവരെയൊക്കെ ഇട്ടിട്ട് ഇതിലുള്ള ഉടായ്പന്മാരെ പറയാൻ വെക്കണം. ഏയ് ദാസപ്പോ, നീ പറഞ്ഞ കറക്റ്റാ. അടുത്തായി ഡ്രാക്കുള എന്ന സിനിമയുടെ ഒരു ട്രെയിലർ ഭാഗം DTS സൗണ്ട് എഫക്റ്റ് കൂടി അവതരിപ്പിക്കട്ടെ. അയ്യോ ഡ്രാക്കുള. അയ്യോ ഡ്രാക്കുള. താങ്ക് യു. അജിൻ അടിപൊളിയായിരുന്നു. എന്ത് പറയുന്നു ചേട്ടായിമാർ? സംഗതി വളരെ നല്ലതായിരുന്നു. എന്നാലും അശ്വതിനെ നോക്കി ഡ്രാക്കുള എന്ന് വിളിച്ചത് വളരെ മോശമായി. അതല്ല, എന്നെ അലേർട്ട് ചെയ്താണ്. ഡ്രാക്കുള ആണല്ലേ? അപ്പോ നിങ്ങൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്നോട് ഇങ്ങനെ അലേർട്ട് ചെയ്തതാ. മനസ്സിലായില്ല അത് ആണാണോ പെണ്ണാണോന്നേ. അപ്പോ നന്നായിരുന്നു. മോനെ പ്രൊഫഷണലായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ? പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്, സ്കൂൾ കലോത്സവത്തിനൊക്കെ. നല്ല ശ്രമമുണ്ട്. ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ പോകുന്ന ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് പറയണം, നമ്മൾ ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ ഓരോ സ്റ്റാറുകളുടെ ഫീലില്ലേ, അത് ഓരോ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആളുകൾ കൈയടിക്കില്ലേ, അതിനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം. ഒരു ഗ്യാപ്പ്. ഇപ്പം ഇത്രയും കാണിച്ച ശ്രമങ്ങളെല്ലാം ഓക്കെയാണ്, ഒട്ടും മോശമെന്നല്ല പറഞ്ഞത്, വരുന്നത് കൊണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് തീർന്ന് അവരുടെ നിന്ന് കയ്യടി കിട്ടി, അവരുടെ പ്രോത്സാഹനം കിട്ടിയിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. ഇത് കയ്യടി കിട്ടണേക്കുമ്പോൾ മോൻ അടുത്തതിലേക്ക് പോവുക അല്ലേ? അപ്പം അങ്ങനെ പോകരുത്. ശ്രമം എല്ലാം നല്ലതാണ്, ചെയ്ത സംഭവങ്ങളെല്ലാം വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി റെസ്പോൺസ് അറിയാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം അല്ലേ? ഓരോ സാധനങ്ങൾ ഓരോ സ്റ്റാർ ചെയ്ത് കഴിയുമ്പോഴല്ല, നമ്മൾ ഒരു നടനെ എടുക്കുമ്പം ആ ഫസ്റ്റ് ഡയലോഗിൽ തന്നെ കയ്യടി കിട്ടണം. ആ കയ്യടി കിട്ടിയതിന് ശേഷം ആണ് നമ്മൾ അടുത്ത് പറയാവുള്ളൂ. എന്നുവെച്ചാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കണം, അത്രയ്ക്ക് ലൈഫായിരിക്കണം. ഇപ്പോൾ ഓരോ ആളുകളൊക്കെ വന്ന് ഡബ്ബിങ് ഒക്കെ ചെയ്യണ, ഡബ് മാഷൊക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ കേട്ടോ? മോൻ അതിനുള്ള അടിപൊളിയായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഇങ്ങോട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എല്ലാം ഓക്കെ കേട്ടോ. താങ്ക് യു കേട്ടോ.
അടിപൊളിയായിരുന്നു മോനെ, സൂപ്പറായിരുന്നു കേട്ടോ. ചെയ്തതെല്ലാം വൃത്തിയായിരുന്നു. ഞാൻ ഡ്രാക്കുളോടെ ചെയ്തത് നല്ല എഫക്റ്റ് ആയിരുന്നു. നമ്മൾ ഞെട്ടി സത്യം പറയുന്നത് പേടിച്ചില്ലേ? ആ ഏഹ് കറക്റ്റ്. നല്ലതായിരുന്നു, വളരെ വൃത്തിയായിട്ട് ചെയ്തു. ഗുഡ്. താങ്ക് യു താങ്ക് യു. ഓക്കെ അജിൻ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് വേദികൾ ഇതുപോലെ കിട്ടട്ടെ. അപ്പോൾ ഇതിലും മികച്ച പെർഫോമൻസുമായിട്ട് നമുക്ക് ഇതേ വേദിയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ താങ്ക് യു മച്ച്. താങ്ക് യു. അളിയോ അളിയാ അളിയോ എന്താ കളിയാ? എന്നാ വിളിച്ചേ? എന്താ കളിയാന്ന്? ആരെയാ വിളിച്ചേ? നിങ്ങളെ എന്നെ അളിയോന്നോ? ഏ? താനാണോ എന്നെ അളിയാന്ന് വിളിച്ചത്? അല്ലേ ഇയാളല്ലേ ഇങ്ങോട്ട് പോയി കളിയാന്ന് വിളിച്ചേ? ഞാൻ വിളിക്കും, എനിക്ക് വിളിക്കാം. ഞാൻ ആരാന്നറിയാമോ? ആ ഇയാളാരാ? ഞാൻ മൽക്കാട് സാബു. ആ മെക്കാട് സാബു. ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇത് പണിയൊക്കെ കഴിഞ്ഞ ഫ്ലോറാ അത്. മൈക്കാട് സാബു അല്ലെന്ന്, ഏ? മൽക്കാട് സാബു. വെട്ടേ കുത്തേ കൊലപാതകം, അതാണ് എന്റെ പ്രൊഫഷൻ. അതായത് ഇത് അങ്ങോട്ട് കൊടുക്കുവോ അതോ ഇങ്ങോട്ട് മേടിക്കുവോ? ഈ വെട്ട കുത്ത കൊലപാതകം എന്ന് പറഞ്ഞില്ലേ, ഇത് അങ്ങോട്ട് കൊടുക്കുവോ അതോ ഇങ്ങോട്ട് മേടിക്കുവോ? ഞാൻ ഒരുത്തിന്റെ മുമ്പിൽ കൊച്ചാകാൻ നിൽക്കാറില്ല, കൊച്ചാകാൻ നിൽക്കാറില്ല. ഒന്ന് കൊടുത്താൽ 9 മേടിക്കുന്നവനാണ് മൽക്കാട് സാബു, അറിയോ? അത് കൊള്ളാം. ഞാൻ എന്റെ അളിയനെ തിരക്ക് വന്നാണ് ഇവിടെ. നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ കമ്പിയിലാണ് ഇരിക്കുന്നത്. ഞാൻ കമ്പിയിട്ടിരിക്കുവാണെന്ന്. അത് നിങ്ങൾ കസേര ഇരുന്നൂടെ? ഇത് കസേരയിൽ ഇരുന്നൂടെ? നിങ്ങളൊക്കെ എന്താണ് ഈ പറയുന്നത്? എടോ, എന്റെ ദേഹം മുഴുവൻ കമ്പിയിട്ടിരിക്കുകയാണ്. അതെന്തിനാ? എതിരാളികൾ വന്ന് വടിവാളിന് വെട്ടിയാൽ എനിക്ക് ഏക്കരുതല്ലോ. കമ്പിയിൽ കൊണ്ട് സ്പാർക്ക് ചെയ്ത് തീ മാറും. അങ്ങനെ അവർ ഭയന്നോടും. മനസ്സിലായോളാ നിനക്ക്? മൽക്കാട് സാബുവിനോടാ കളി. ഞാൻ എന്റെ അളിയനെ തിരക്ക് വന്നാണ് ഇവിടെ. അല്ല അത് ഓക്കെ. ഈ ബൊക്കെ മാലയൊക്കെ ആയിട്ട് എന്താ വന്നെന്ന് മനസ്സിലായില്ല. എന്റെ അളിയനെ സ്വീകരിച്ചോണ്ട് പോകാൻ. അളിയനെ സ്വീകരിച്ചോണ്ട് പോകാനാ? അവിടെ അതിനൊരു കല്യാണ പരിപാടി വല്ലതും ആണോ അവിടെ നടക്കണേ? അതെ. എന്ത് പരിപാടി? അതിന്റെ നീയാക്കടെ അളിയനെ എവിടെയാ? ദേ തൊട്ടപ്പുറത്തിരിക്കുന്നു. ഏത്? ആനോ? സൂര്യനാട് നെൽസൺ. ആ? നെൽസൺ സൂര്യനാട് എന്റെ അളിയന. ആര് പറഞ്ഞ ഇയാളെന്റെ അളിയനാന്ന്? അറിയില്ല, മറന്നുപോയല്ലേ? എന്താ മറക്കുന്നത്? ഒന്ന് തിരിഞ്ഞു ഇയാളെ നോക്കി. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, പിന്നെ എങ്ങനെയാണ് എന്റെ അളിയനാണെന്ന് പറയുന്നത്? എന്തോ ഇത്? ഇടൂ, താങ്കൾ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അതല്ലെന്ന്, കുറെ വർഷങ്ങൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. എന്താ കാര്യം? എന്തുവാ? 7 സിയിൽ പഠിച്ച എന്റെ പെങ്ങൾ കഞ്ചന. നിങ്ങളുടെ പെങ്ങള് കഞ്ചാവൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഡിയണി അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോയി. ഇവരെന്താണ് ഈ പറയുന്നത്? എന്റെ പെങ്ങൾ കഞ്ചന എന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ പെങ്ങളുടെ പേരാണ് കഞ്ചന. ഓർമ്മയില്ല അല്ലേ? എനിക്കൊരു ഓർമ്മയില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കഞ്ചന. ഏതാണ് കഞ്ചന? ഹലോ മിസ്റ്റർ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ പെങ്ങളോട് ഐ ലവ് യു എന്ന് പറഞ്ഞ ആളാണ് ഇതോ ഈ ഇരിക്കുന്ന ആള്. നെൽസ, എന്നിട്ട് അവളെ പറ്റിച്ചു. ആര് പറ്റിച്ചെന്നാ? നിങ്ങൾ ഇത് കേൾക്കണം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ പെങ്ങളോട് ഈ മാന്യദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നീ എത്ര നാൾ വേണേലും കാത്തിരുന്നു, നിന്നെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന്. ഇപ്പൊ അവൾക്ക് 30 വയസ്സായി. 30 വയസ്സായി. നിങ്ങൾ കേൾക്കണം. മൂത്ത് ധരിച്ചു നിൽക്കാൻ. ഇവള് കല്യാണം കഴിച്ചിട്ട് വേണം 40 വയസ്സുള്ള എനിക്ക് കല്യാണം കഴിക്കാൻ. 40 വർഷമായിട്ട് മൂത്ത് നരത്ത് ഞാൻ മൂക്കെ കമ്പിയിട്ടേക്കാണ്. മൂക്കലാണോ കമ്പിയിടണേ? പല്ലല്ലേ കമ്പിയിടണേ? അതെ, മൂത്ത് നരച്ച് മൂക്കി കൂടെ പല്ല് കളിച്ചു. ആ പല്ലിൽ കമ്പിയിട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താടാ കാര്യം? ഓരോ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞേക്കല്ലോ. എന്ത് ആവശ്യമില്ലാത്ത കേസ് ഇട്ടുകൊണ്ട് എന്റെ അടുത്ത് വരരുത്. താങ്കൾ എന്റെ അങ്ങനെ വിട്ടൊഴിഞ്ഞു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പെങ്ങളെ താങ്കൾ കെട്ടണം. ഞാൻ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുള്ള ഞാൻ ഇനി ആരെ കെട്ടുന്ന? 7ാം ക്ലാസ് വെച്ച് പറഞ്ഞ കാര്യമൊക്കെ ആരാ പറഞ്ഞത്? ഹലോ മാഷേ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. എന്റെ പെങ്ങളെ ഇയാൾ കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഞാൻ വിളിക്കാം. കഞ്ചനെ, നീ എന്റെ നേരെ കടന്ന് ചാടിത്തുള്ളൂല്ലോ. ആയിരിക്കുന്നു, പോയി ചോദിക്ക. അച്യുതാനന്ദന് എടുക്കാൻ പോട്ടെ, മാലയും കൈ പിടിച്ചോണ്ട്. ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കുള്ളതാണെങ്കിൽ ബാക്കിയുള്ളത് എല്ലാം എനിക്കുള്ളതാണെന്ന് നെൽസൺ അന്ന് പറഞ്ഞില്ലേ? നീ ഏതാ ഇത്? അയ്യേ, ഏത് സാധനം ഇത്? നെൽസ, ഇപ്പൊ നാണാവുണ്ടല്ലേ? അന്നേരം പറഞ്ഞപ്പോ ഒരു നാണം ഉണ്ടായിരുന്നില്ലല്ലോ. 7ാം ക്ലാസ് വെച്ച് ഒരു തമാശ പറഞ്ഞെന്നും പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യം വല്ല കാര്യമുണ്ടോ? അത് ശരി, 7ാം ക്ലാസ്സിൽ തുടങ്ങിയ തമാശ 70 വയസ്സായിട്ട് നിർത്തിയില്ലേ താങ്കൾ? നിർത്തുന്നില്ല. സമാധാനം പറ, ഇതിന് സമാധാനം പറ. എന്ത് സമാധാനം? നെൽസ, ഒന്നും പറയണ്ട. നെൽസൺ കെട്ടണം. അന്ന് ഞാൻ അളിയാന്ന് വിളിച്ച വാങ്ങണ്ട്, ഞാൻ വേറെ വല്ലതും വിളിച്ചാൽ പറഞ്ഞല്ലോ. അളിയിൽ അത്ര മുട്ടിങ് അളിയാൻ പോയി കെട്ടളിയാ. എനിക്ക് വയ്യ. എനിക്ക് 2 പിള്ളേർ കൊണ്ട് ഞാൻ കല്യാണം അടിച്ച് മാറിക്കുന്നതാണ്. നെൽസ സംസാരിക്കില്ല. അത്
കാലം ഒരു കാഴ്ച വസ്തുവാണ് അല്ലേ കഞ്ചന? കാഞ്ചനയല്ല കഞ്ചന. എന്താ കഥ? ഇതാ നല്ല പാർട്ടി ഒക്കെ. അതെ, സംഗതി ഓക്കെയാണ്. അവൻ്റെ ലക്ഷണം കണ്ടിട്ട് നെൽസൺ നിന്നെ കെട്ടുമെന്ന് തോന്നല്ല. ഞാനാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ എടുക്കണ ആളുമാണ്. ഞാൻ അങ്ങ് പ്രേമിക്കാൻ തുടങ്ങിയാലോ? അറിയാം ബിനുവേട്ട, ബിനുവേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് 1125 വട്ടം. ഞാൻ നെൽസനെ സ്നേഹിക്കുന്നുണ്ട് അതിനേക്കാൾ ഒരു 3545 ഇരട്ടി നെൽസൺ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി എത്രയായിന്ന് പറ ബിനുവേട്ട, പറ. നിന്റെ അപ്പനോട് പോയി പറ. അവള് വേണ്ടാത്ത കണക്ക് ഇല്ലാത്ത കണക്കൊക്കെ ഉണ്ടാക്കി വെച്ച് എന്നോട് കൂട്ടിത്തരാം. ഞാനടി കാൽക്കുലേറ്റർ ആണോ ഇത്രയും വലിയ കണക്കൊക്കെ കൂട്ടിത്തരാൻ? മതിയാലോ നിനക്ക്? ഇങ്ങനെയുള്ള എന്റെ മനസ്സിൽ നിന്ന് നെൽസനെ മുറിച്ചു മാറ്റാൻ കഴിയോ ഇങ്ങക്ക്? പറ ബിനുവേട്ട, പറ. തല നീ എന്തോടി എൻചോടി വായിച്ചു പഠിക്കണോ? നീ കാര്യം പറയാൻ ഹലോ, 7ാം ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ആ കൊച്ചിന്റെ മനസ്സിൽ ആഴത്തില് അടുത്ത മുറിവേപ്പിച്ചിട്ടാണ് ഇയാൾ ഈ പൂക്കടയുടെ പുറകിൽ പോയി കാത്തിരിക്കുന്നത്. അപ്പൊ അതൊരു കാര്യം ചെയ്യാം. നെൽസൺ കെട്ടാത്ത ഒരു നിവൃത്തിയില്ല. ഞാൻ പരീക്ഷിച്ചിട്ട് രക്ഷയില്ല. നെൽസൺ കെട്ടിക്കോ. അതിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. എന്തായാലും എന്റെ കുടുംബം ജീവിതം തകർക്കാനുള്ള പരിപാടി നിങ്ങൾ നോക്കുന്നത്. ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നെൽസൺ കെട്ടിയേ പറ്റുള്ളൂ. അതെ 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 അല്ല അങ്ങനല്ലേ വേണ്ടത്. അല്ല അല്ലേ ആളുകൾ പറയുന്നത് അങ്ങനെ ഭൂരിപക്ഷം ഞാൻ സമ്മതിച്ചു. ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അല്ലല്ല, ഒഴിഞ്ഞു മാറുന്നില്ല. അതാ നല്ലത് നിനക്ക്. ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ അംഗീകരിക്കാമെങ്കിൽ മാത്രം ഞാൻ കിട്ടാം. എന്ത് കണ്ടീഷൻ? ആ കുടുംബം തകർന്നോട്ടെ. ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ കിട്ടിക്കോളാം. പറഞ്ഞാട്ടെ കേക്കട്ടെ. ശബരിമല അയ്യപ്പന് അതിനെ മാളികപ്പുറത്തമ്മ, അതെങ്ങനെയാണ്? മാളികപ്പുറത്തമ്മേനെ കിട്ടണമെങ്കിൽ നമ്മുടെ കന്യായപ്പന്മാർ അവിടെ ചെല്ലാതിരുന്നാല് ചെല്ലാതിരുന്നെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഒരു എഗ്രിമെന്റ് എനിക്ക് ചെയ്തു തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കിട്ടിക്കോളാം. അത് ചെയ്തു കൊടുക്കണം. കാരണം എത്ര റിസ്ക് എടുക്കണ്ടല്ലോ പരിപാടിയല്ലേ. ഏത് കന്യായിപ്പനാണ് വരുന്നത്? അല്ല, കന്യായിപ്പനെ എനിക്ക് വേറെ എഗ്രിമെന്റ് ഉണ്ട്. അതുപോലെ ഒന്ന് വെച്ചാൽ എഗ്രിമെന്റ് പറയാം. ഞാൻ എന്ന് തമാശ പറച്ചിൽ നിർത്തുന്നോ അന്ന് ഞാൻ കല്യാണം കഴിക്കും. ഉറപ്പാണ്. കേട്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല നേഴ്സ് എന്നെ കല്യാണം കഴിക്കുന്നു. അപ്പൊ ഈ അണ്ണ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് ഞാൻ അറിഞ്ഞു ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്. ഞാൻ വിചാരിച്ച അയാൾ സമ്മതിക്കത്തില്ലെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഞാൻ ഇതെല്ലാം കൂട്ടുകാരോട് പറഞ്ഞിട്ട് ഓടി വരാം. അത് മാത്രമല്ല, പ്രസിദ്ധ കല്യാണക്കുറി അടിക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ. ഓ ശരി ശരി, ഞാൻ അളിയനായിട്ട് ഒന്ന് കൂടിയിട്ടങ്ങ് വരാം. അളിയാ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പിന്നെ അളിയൻ മറ്റേ എന്നാണ് നിർത്തുന്നേ? മറ്റേത് ഞാൻ എന്താ ഉദ്ദേശിച്ചത്? അളിയൻ കോമഡി പരിപാടി നിർത്താന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് അവളെ കെട്ടുന്നേ? എന്തോ കോമഡി പരിപാടി നിർത്തിയിട്ട്? കോമഡി പരിപാടി നടത്തണമെങ്കിൽ എന്റെ ജീവൻ പോണം. ഞാൻ മൂത്ത് നരയ്ക്കാതെ സത്യം ഞാൻ എന്റെ കോമഡി പരിപാടി നടത്തത്തില്ല. അതുറപ്പാ. അയ്യോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ലവളിപ്പോ പോയി പ്രസ്സിൽ പോയില്ല, അത് അടിക്കും. അതിന് മുമ്പ് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാം. വാക്ക് പറഞ്ഞ നിന്നെ തേച്ചു. ആങ്ങളെയും പെങ്ങളും വന്നേക്കുന്നു.